ഏതൊരാൾക്കും നന്നായിട്ട് സെല്ല് കിട്ടാറുള്ളത് ഹാപ്പി ആയിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടിരിക്കുന്ന സമയത്താണ് ഒരു കസ്റ്റമറെ കാണാൻ പോകുന്നതെങ്കിൽ കമ്പാരിറ്റീവ്ലി ആ ബിസിനസ് ക്ലോസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ നിങ്ങൾ പേടിച്ചിട്ട് ഈ കസ്റ്റമർ വാങ്ങോ എന്നുള്ള പേടിയോട് കൂടിയിട്ടാണ് കസ്റ്റമറെ കാണാൻ പോകുന്നതെങ്കിൽ, കസ്റ്റമറെ കാണാൻ നിങ്ങൾക്ക് ക്ലോസിങ്ങിന് കോൺഫിഡൻസ് ഇല്ലെങ്കിൽ, കസ്റ്റമറെ കാണാനുള്ളൊരു കോൺഫിഡൻസ് നിങ്ങളുടെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നില്ലാത്ത സമയത്ത് ആ ക്ലോസിങ്ങിൻ്റെ പ്രോബബിലിറ്റി വളരെ കുറവാണ്. കമ്പാരിറ്റീവ്ലി നിങ്ങൾ പേടിക്കുന്ന സമയത്ത്, ഡൗട്ട് അടിക്കുന്ന സമയത്ത്, നടക്കുമെന്നുള്ള തോന്നലുള്ള സമയത്ത് കമ്പാരിറ്റീവ്ലി നിങ്ങളുടെ ക്ലോസിങ് എന്ന് പറയുന്നത് വളരെ 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 കുറവാണ്. നിങ്ങളുടെ ക്ലോസിംഗ് റേഷ്യോ എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ നിങ്ങൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ക്ലോസിംഗ് ഏറ്റവും കൂടുതൽ ഹോപ്പ്ഫുൾ ആയിരിക്കും. ഈ പരിപാടി ഇയാളെ ഞാൻ ക്ലോസ് ചെയ്തിരിക്കും, നല്ല കോൺഫിഡൻസോട് കൂടി അയാളെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്ന വിശ്വാസത്തോടു കൂടി പോകുന്ന സമയത്താണ് നമ്മുടെ ക്ലോസിംഗ് റേഷ്യോ വളരെ കൂടുക. സിമ്പിളാണ്. പോസിറ്റീവ് മൈൻഡാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ വളരെ പോസിറ്റീവായി, ഹോപ്പ്ഫുള്ളായി, ഫുൾ ഓഫ് എക്സ്പെക്ടേഷനോട് കൂടി ആദ്യം തന്നെ നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം? കസ്റ്റമറെ ക്ലോസ് ചെയ്ത ഒരു ഇമേജ് അവിടെ ആദ്യം ഉണ്ടാക്കണം. നിങ്ങളൊരു കസ്റ്റമറുടെ മീറ്റിങ്ങിന് പോകുന്നതിന് മുൻപേ മനസ്സിനറിയില്ല ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്നൊന്നും അറിയില്ല. നിങ്ങൾ പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആ പോകുന്ന സിനാരിയോസ് ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. കസ്റ്റമറെ കാണാൻ പോകുന്നു, കസ്റ്റമർ പോസിറ്റീവായിട്ട് സംസാരിക്കുന്നു, കസ്റ്റമർ നിങ്ങളെ സ്വീകരിച്ചിരുത്തുന്നു, പ്രൊഡക്റ്റ് കേൾക്കുന്നു, താല്പര്യത്തോടെ കേൾക്കുന്നു, കസ്റ്റമർ ക്ലോസ് ചെയ്യുന്നു, പേയ്മെൻറ്റ് തരുന്നു, വാങ്ങി ഹാപ്പി ആയിട്ട് പോരുന്ന ഇമേജ് നിങ്ങൾ പോകുന്നതിന് മുമ്പ് 4, 5, 6, 7 തവണ വിഷ്വലൈസ് ചെയ്ത് കാണണം. സ്വാഭാവികമായിട്ടും ആ വിഷ്വലൈസേഷൻ മൈൻഡ് എന്ത് ചെയ്യും? അത് അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യുകയും അത് ഒറിജിനലാണെന്ന് വിശ്വസിക്കുകയും ചെയ്യും. നിങ്ങൾ കസ്റ്റമർ ഒറിജിനലി കാണുമ്പോൾ നിങ്ങൾ ഒരു 10 തവണ പോയി വന്ന സ്ഥലമാണെന്നുള്ള ഫീൽ ഉണ്ടാവും. യു വിൽ ഫീൽ മോർ കംഫർട്ട്. ആ കോൺഫിഡൻസ് ഉണ്ടാവുകയും അത് നിങ്ങളിൽ വളരെ ശക്തമായ ഒരു പോസിറ്റീവ് എനർജി തരികയും ചെയ്യും. പക്ഷേ ഭൂരിഭാഗം സെയിൽസ്മാൻ്റെയും ഉള്ളിൽ ഉണ്ടാകുന്ന ചിത്രം റോങ് ആണ്. ഇയാൾ വാങ്ങുമോ, ഇയാൾ എന്നെ തെറി വിളിക്കുമോ, ഇയാൾ എന്നെ ചീത്ത പറയോ, ഇയാൾ എന്തായിരിക്കും പറയുക എന്നുള്ള കൺഫ്യൂഷനും കൊണ്ടുപോകും. വിചാരിച്ചതിനേക്കാളും നല്ല പൊളിച്ചു തെറിയും കിട്ടിട്ട് വരേണ്ടി വരും. അപ്പോൾ സെയിൽസ്മാൻ സെയിൽ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ആദ്യം അയാൾ മെൻ്റലി സെയിൽസ്മാൻ ആവണം. അല്ലെങ്കിൽ ഉദാഹരണത്തിന് പറയുകയാണ്, നിങ്ങളൊരു ടെലിഫോൺ ചെയ്യണം ഒരാളെ. ടെലിഫോൺ ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ സ്റ്റാഫിനോട്, നിങ്ങൾ ടെലിഫോൺ ചെയ്യുന്നതിന് മുമ്പ് ടേബിൾ അറേഞ്ച് ചെയ്യണം, പെർഫ്യൂം അടിച്ചിരിക്കണം. കാരണം പെർഫ്യൂം നല്ല സുഗന്ധം വരുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. ടേബിൾ പ്രോപ്പർലി അറേഞ്ച്ഡ് ആകുമ്പോൾ കോൺഫിഡൻസ് കിട്ടും. നിങ്ങളൊന്ന് 2 വാക്ക് നടന്ന് ഡീപ് ബ്രീത്ത് എടുത്തിട്ട് സംസാരിക്കുമ്പോൾ കോൺഫിഡൻസ് കിട്ടും. നിങ്ങൾ കോൺഫിഡൻ്റ് ആണെങ്കിൽ നിങ്ങളുടെ വോയിസിൽ ആ എനർജി ഉണ്ടാവും. ആ എനർജി അയാൾക്ക് ഫീൽ ചെയ്യും. അയാൾക്കത് നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല. നിങ്ങളുടെ കമാൻഡിങ് പവർ അപ്പർ ലെവലിൽ നിൽക്കും. നിങ്ങൾ ഡോമിനൻ്റ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ മറ്റേയാൾ സബ്മിസീവ് പൊസിഷനിൽ വരും. ആദ്യം മെൻ്റലി നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ മൈൻഡിനെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ആ സെയിൽസ് മീറ്റിംഗ് ഡോമിനേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് പോസിറ്റീവ് മൈൻഡ്. വിഷ്വലൈസ് ദ ഫസ്റ്റ് തിങ്സ്. രണ്ടാമത്തെ കാര്യമാണ് അസ്യൂം ദ സെയിൽ. ഒന്ന് പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാക്കുക, 2 സെയിൽ അസ്യൂം ചെയ്യുക. ആ സെയിൽ നടക്കുന്ന ഇമേജ് മാത്രമേ നിങ്ങളുടെ മൈൻഡിൽ കീപ്പ് ചെയ്യാൻ പാടുള്ളൂ. സെയിൽ നടന്ന് സൈൻ ചെയ്ത് ചെക്ക് വാങ്ങിച്ചിട്ട് അയാൾ താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് ദിസ്, താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ ടു സോൾവ് മൈ പ്രോബ്ലം, താങ്ക് യു സോ മച്ച് ഫോർ ഗിവിംഗ് മീ ദിസ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് തന്ന് ചെക്ക് ചെയ്ത് തരുന്ന, ക്യാഷ് ചെയ്ത് തരുന്ന എന്താണോ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ മോഡ് ഓഫ് ക്ലോസിങ്. അത് ഓരോ കമ്പനിയുടെയും ഓരോന്നും ഡിഫറൻ്റ് ആണ്. ചിലർ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യലായിരിക്കും, ചിലർ കോൺട്രാക്ട് സൈൻ ചെയ്യലായിരിക്കും, ചിലർ ഇമെയിൽ അയക്കലായിരിക്കും, ചിലർ ചെക്ക് തരലായിരിക്കും, ചിലർ കാശ് തരലായിരിക്കും, ചിലർ ഡെലിവറി ആയിരിക്കും. വട്ടെവർ ഇറ്റ് ഈസ്, ഡെലിവറി ഓർഡർ ആയിരിക്കും, PO ആയിരിക്കും, അത് എന്തുമാകാം. നിങ്ങളുടെ ക്ലോസിംഗ് മോഡിലുള്ള സാധനം നിങ്ങൾ റിസീവ് ചെയ്യുന്നതിൻ്റെ ഇമേജ് വിഷ്വലൈസ് ചെയ്ത് ഇത് നടക്കുമെന്ന് സെയിൽ ആവുന്നതിന് മുമ്പ് അസ്യൂം ചെയ്യും. സ്വാഭാവികമായിട്ടും ആ മൈൻഡ് അവിടെ അങ്ങനെ നിങ്ങൾ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ നിങ്ങൾക്കൊരു അപ്പർ ഹാൻഡ് ഉണ്ടാവും. ഇത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NLPയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ആങ്കറിങ്. ആങ്കറിങ് എന്ന് പറയുന്നൊരു സാധനമാണ്. ആങ്കറിങ് എന്താണ്? ആങ്കറിങ് ഇമോഷണൽ ആങ്കറിങ് എന്നാണ് ഞാൻ അതിനെ വിളിക്കുക. അതായത് നിങ്ങൾ ഉദാഹരണത്തിന് ഇപ്പോൾ ബരാക് ഒബാമ, അദ്ദേഹം ആങ്കറിങ് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്. ബരാക് ഒബാമ അദ്ദേഹം വലത് കൈയുടെ ഒരു വിരൽ പ്രസ് ചെയ്യുമ്പോഴും അദ്ദേഹത്തിന് വളരെ വലിയൊരു പ്രതിസന്ധി ചാലഞ്ച് ക്ലോസ് ചെയ്തിട്ട് വലിയ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ഇമേജിനെ അയാൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ വിരൽ അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾ ഉള്ളിലേക്ക് ആ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന ഇമേജ് ട്രിഗർ ചെയ്ത് വരും. സോ കോൺഫിഡൻസ് കൂടും. സോ അതായത് സെയിൽസിൽ കസ്റ്റമറുടെ അടുത്ത് നമ്മൾ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള കമൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും, ഹോപ്പ് നഷ്ടപ്പെടുന്ന സമയം എക്സ്പെക്റ്റ് ചെയ്യേണ്ടി വരും. അപ്പം നമ്മളങ്ങ് ഡൗൺ ആകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ ഡൗൺ ആകുന്ന സമയത്ത് നമ്മുടെ എനർജി ബൂസ്റ്റ് ചെയ്തെടുക്കാനും നമ്മളെ സൂപ്പറായിട്ട് നമ്മുടെ എനർജി ഫുൾ ഫ്ലെഡ്ജിലേക്ക് തിരിച്ചു കയറാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന ഏറ്റവും പവർഫുള്ളായ സാധനമാണ് ആങ്കറിങ്. എന്താണ് ആങ്കറിങ്? ആങ്കറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സക്സസ്ഫുള്ളായി നിൽക്കുന്ന, നിങ്ങൾ സക്സസ്ഫുള്ളായ ഏതെങ്കിലും ഒരു മൊമെൻ്റ് ഉണ്ടാവില്ലേ ലൈഫിൽ, വലിയ ബിസിനസ് ക്ലോസ് ചെയ്തതാവാം, അതല്ലെങ്കിൽ വലിയ പ്രതിസന്ധി അതിജീവിച്ചതാകാം, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വപ്നം നേടിയതാവാം, നിങ്ങൾക്ക് ഏതെങ്കിലും അവാർഡ് വാങ്ങിച്ചതാകാം. അങ്ങനെ നിങ്ങളെക്കുറിച്ച് ഓർക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അഭിമാനം തോന്നുന്ന നിമിഷം, ആ നിമിഷത്തിൻ്റെ ചിത്രം നിങ്ങൾ മനസ്സിൽ വിഷ്വലൈസ് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു വിരലെടുത്തിട്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് ആ പ്രസ്സിങ്ങും ആ വിഷ്വലൈസേഷനും ഒന്ന് റീകളക്ട് ചെയ്ത് ആവർത്തിച്ച് ആ വിഷ്വലൈസേഷൻ ചെയ്യുന്നു, വിരൽ പ്രസ് ചെയ്യുന്നു, വിഷ്വലൈസേഷൻ ചെയ്യുന്നു, വിരൽ പ്രസ് ചെയ്യുന്നു. അങ്ങനെ ഈ വിരൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ചിത്രം ഓർമ്മ വരണം. ഇതിനെയാണ് ആങ്കറിങ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആയോ? അത് ആവർത്തിച്ച് നിങ്ങൾ ഈ വിരൽ പ്രസ് ചെയ്യുമ്പോഴേക്കും ആ ചിത്രം വരത്തക്ക രീതിയിൽ എത്തണം, ആ ഇമോഷനിലേക്ക് എത്തണം. അത് എത്തുന്നത് വരെ നിങ്ങൾ ഈ ആങ്കറിങ് പ്രാക്ടീസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ സെയിൽസ് മീറ്റിങ്ങിന് പോകുന്ന സമയത്ത് ചില ഇൻസിഡൻറ്റിൽ നിങ്ങൾ ഡൗൺ ആയി പോകാം. ചില ഇൻസിഡൻറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്ലോസ് ചെയ്യുന്ന സമയത്ത് ഡൗൺ ആയി പോകുന്ന സമയത്ത് ആ വിരലൊന്ന് പ്രസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു പവർ, ഒരു റെഡ് ബുൾ കുടിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു സൂപ്പർ കോഫി കുടിച്ചതുപോലെ, അല്ലെങ്കിൽ ഒരു ഉത്തേജക മരുന്ന് കുടിച്ചതുപോലെ നമ്മൾ വീണ്ടും ഫുൾ പവറിലേക്ക് തിരിച്ചു വരും. കാരണം അയാളുടെ നെഗറ്റിവിറ്റി കൊണ്ട് നമ്മൾ അടിച്ചൊതുക്കിയെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ സ്വന്തം ആങ്കറിങ് ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി ട്രിഗർ ചെയ്തിട്ട് നമ്മൾ അതിനെ തിരിച്ചു കയറാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ആങ്കറിങ്. ഇതൊരു NLP ടൂളാണ്. ക്ലിയർ ആയോ? സെയിൽസിൽ ഏത് ഘട്ടത്തിൽ നിങ്ങൾ ഡൗൺ ആവുന്ന തോന്നുന്ന സമയത്ത്, കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന സമയത്ത് ആങ്കറിങ് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഒറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും സമയത്ത് ഹൈ പോസിറ്റീവായിട്ടുള്ളൊരു മൊമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ വിഷ്വലൈസ് ചെയ്ത്, അതിനെ ആവർത്തിച്ച് വിഷ്വലൈസ് ചെയ്ത്, ഏതെങ്കിലും എളുപ്പത്തിൽ പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു വിരലിൽ പ്രസ് ചെയ്ത് വീണ്ടും വിഷ്വലൈസ് ചെയ്ത് പ്രസ് ചെയ്ത് നല്ല കുറച്ച് വേദനയാവുന്ന രീതിയിൽ തന്നെ പ്രസ് ചെയ്യുക. ആ വിരൽ തൊട്ടാൽ നിങ്ങൾക്ക് ആ ഇമേജ് വരണം, ആ ഫീൽ വരണം, ആ സക്സസ്ഫുൾ ആയി നിൽക്കുന്ന കോൺഫിഡൻസ് വരണം. ആ വരത്തക്ക രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം.